ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കാർ ശരിയാണ്. ഓട്ടോസ്റ്റാർ എന്ന കമ്പനിയുടെ കാർ ശരിയാണ്. നിലവിൽ ഇത് ഓണാവുന്നില്ല. ഇപ്പോൾ ഇത് ഓണാക്കുമ്പോൾ ജസ്റ്റ് ഡിസ്പ്ലേ ചെറിയ വെട്ടം മാത്രമേ ഉള്ളൂ, വേറെ വർക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സപ്ലൈ കൊടുത്തിട്ടുണ്ട്, അപ്പം ചെറുതായിട്ട് ഡിസ്പ്ലേയിലൊരു വെട്ടമുണ്ട്, വേറെ പവർ ഓണാകുന്ന കാര്യങ്ങളൊന്നുമില്ല. അത് 12 വോൾട്ട് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. റെഗുലേറ്ററൈസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഇല്ല. ഇന്ന് വരുന്നുണ്ട്, ഔട്ട്പുട്ട് വരുന്നില്ല. അപ്പം റെഗുലേറ്ററൈസ് ചെയ്യുന്ന അയച്ചിട്ടൊന്ന് റീപ്ലേസ് ചെയ്ത് നോക്കാം. ബ്ലോവർ വെച്ച് പറിക്കുവാണെങ്കിൽ എളുപ്പമുണ്ട് പറിക്കാൻ വേണ്ടി. സ്ട്രിപ്പ് അങ്ങ് പറിച്ച് മാറ്റി വെച്ചേക്കാം, ഇല്ലെങ്കിൽ ബ്ലോവർ വെച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്ട്രിപ്പ് കൂടിപ്പോവും. റെഗുലേറ്റേഴ്സ് നിലവിൽ പറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 5 വോൾട്ട് ഔട്ട്പുട്ട് വരുന്ന അവിടെ എന്തെങ്കിലും ഷോർട്ടിങ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നിലവിൽ ഷോർട്ടിങ്ങും കാര്യങ്ങളൊന്നും ഷോർട്ടിങ് ആയിട്ടില്ല. വേറെ റെഗുലേറ്റേഴ്സ് വെച്ചൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ആ സെയിം മോഡൽ തന്നെ വേറെ വെച്ച് സെറ്റ് ചെയ്യുക. ഇതിൻ്റെ ഫോൺ ചാർജിങ്ങും കൂടെ ഉണ്ട്. അപ്പം ഒന്നെങ്കിൽ ചാർജിങ് ഒരു സമയത്ത് ഹീറ്റായിട്ടായിരിക്കാം അത് കംപ്ലൈൻ്റ് ആയേക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കംപ്ലൈൻ്റ് ആവാൻ സാധ്യത, റെഗുലേറ്റേഴ്സ് കംപ്ലൈൻ്റ് ആവാൻ സാധ്യത കുറവാണ്. ബ്ലോവർ വെച്ച് ഹീറ്റ് ചെയ്ത് നല്ലതായിട്ട് ആ PCBയിലേക്ക് നല്ലതായിട്ടൊന്ന് ഉറപ്പിക്കണം. ചൂട് ആ PCBയിലേക്ക് പോകുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് ബോർഡിലേക്ക് നല്ലതായിട്ടൊന്ന് ഉറപ്പിക്കണം.
നന്നായിട്ട് സീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി പവർ കൊടുത്ത് നോക്കാം. ഇവിടെ കിടന്ന റെഗുലേറ്റേഴ്സ് നിലവിൽ കംപ്ലൈൻ്റ് ആണ്. അപ്പം അതൊരു പറിച്ച് ദൂരോട്ട് കളഞ്ഞിട്ട് നമ്മൾ സാധാരണ റെഗുലേറ്റേഴ്സ് തന്നെ ഇട്ട് വിടേണ്ടി വരും. അപ്പോൾ അത് കുഴപ്പമില്ലാത്തായിരിക്കും ഓർത്താണ് ഇരുന്നത്, പക്ഷേ അതും പ്രശ്നമാണ്. അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് സാധാരണ നോർമലായിട്ട് വരുന്ന 7805 തന്നെ വെച്ച് സെറ്റ് ചെയ്യാം. ഇപ്പോൾ പറിച്ച് മാറിയിട്ടുണ്ട്. അതിൽ കിടന്ന ഇതായിരുന്നു. ഇത് പറിച്ച് കളഞ്ഞിട്ട് വേറെ ഇട്ടിട്ടും വർക്ക് ചെയ്യുന്നൊന്നുമില്ല. ഇപ്പം അത് ഇപ്പോൾ രണ്ടാമത് ഇട്ടതും പറിച്ച് മാറ്റി. ഇനി സാധാ ഒരു 7805 വെച്ച് ഒന്ന് സെറ്റ് ചെയ്യും. റെഗുലേറ്റർ ഐസിയുടെ ഔട്ട്പുട്ട് ഇതാണ്. സെൻട്രലിലെ ഗ്രൗണ്ട്, ഇത് പോസിറ്റീവ്. അതുപോലെ തന്നെ ഇത് 12 വോൾട്ട് ഇൻപുട്ട്, ഇത് 5 വോൾട്ട് ഔട്ട്പുട്ട് ലൈന്, ഇത് ഗ്രൗണ്ട്. അപ്പോൾ ഒന്ന് സോൾഡർ ചെയ്യാം, പിടിപ്പിക്കാം. ഇൻപുട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. സപ്ലൈ എല്ലാം സോൾഡർ ചെയ്തു. സ്ട്രിപ്പും കൂടെ കണക്ട് ചെയ്യാം. ഓണാക്കിയിട്ട് സപ്ലൈ ചെക്ക് ചെയ്ത് നോക്കാം. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓക്കെയാണ്. ഇപ്പോൾ നല്ലൊരു സെറ്റ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ റെഗുലേറ്റേഴ്സ് എവിടെയെങ്കിലും ഒന്ന് ഉറപ്പിച്ച് നോക്കണം. ഇപ്പോൾ ഉറപ്പിച്ച് വെച്ചിട്ട് ഒന്ന് ബോഡി കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. റെഗുലേറ്റേഴ്സ് കവറുമായിട്ട് സ്ക്രൂ അടിച്ചു ഉറപ്പിച്ചിട്ടുണ്ട്. ഹീറ്റ് ആവുന്നതുകൊണ്ടാണ് കവറൊക്കെ കൂട്ടി തന്നെ. അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂവിന് കൊട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ പണി കിട്ടും.
അപ്പോൾ എന്തായാലും ഒന്ന് ഓഡിയോ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം, ഓഡിയോ ഓക്കെ ആണോ എന്നുള്ളത്. സെറ്റ് ഓൺ ആയിട്ടുണ്ട്. ഓഡിയോ നിലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. നിലവിൽ റെഗുലേറ്റേഴ്സിൻ്റെ കംപ്ലൈൻറ്റ് ഉള്ളായിരുന്നു. അപ്പം എൻ്റെ സെയിം വേറെ കിടപ്പുണ്ടായിരുന്നു, അതിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പം വിചാരിച്ച് നേരത്തെ കംപ്ലൈൻറ്റ് ആയിട്ട് വല്ലതും പറിച്ചിട്ടിരുന്നായിരിക്കാം. അപ്പോൾ സാറ് നോർമലായിട്ട് വരുന്നതിനെ വെച്ച് സെറ്റ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.